ജന്തർ മന്ദറിലെ ജൻസി വിപ്ലവത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വരുന്നുണ്ടല്ലേ. നമ്മുടെ മലയാളത്തിൽ നിന്ന് ലാലേട്ടൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതുപോലെ തന്നെ ടൊവിനോ പോസ്റ്റ് ഇട്ടു, ദുൽഖർ സൽമാൻ പോസ്റ്റ് ഇട്ടു, മമ്മൂക്ക പോസ്റ്റ് ഇട്ടു, ജോജു ജോർജ് പോസ്റ്റ് ഇട്ടു. സാംസ്കാരിക കായിക കലാമേഖലയിലുള്ള ഒട്ടനവധി ആൾക്കാരാണ് ഈ ജൻസി വിപ്ലവത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്നത്. ഈ പോസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് ഈ അണ്ടിമുക്ക് ശാഖയിൽ നിന്ന് വിരിയിച്ചെടുത്തിട്ടുള്ള ചില മൂട്ടകളുണ്ട്. ഈ മൂട്ടകൾ വന്നിട്ട് ഇവരുടെയൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പച്ച തെറിയ വിളിച്ചുകൊണ്ട്, കാരണം അവിടെ പഠിപ്പിക്കുന്ന സംസ്കാരമാണ് ഇവന്മാർ വന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിലൂടെ കുറച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മമ്മൂക്കാക്ക് ദേശീയ പുരസ്കാരം കൊടുത്തത് മോദിയാണെന്നാണ് പലരും പറയുന്നത്. അതുകൊണ്ട് ഈ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾക്കെതിരെ മിണ്ടാൻ പാടില്ലെന്നാണ്. മമ്മൂക്കായെ പോലുള്ളൊരു ആളെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്സ് എന്താണെന്നും അദ്ദേഹം ഈ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളും ആധികാരികമായിട്ട് വീക്ഷിക്കുകയും ചർച്ച ചെയ്യപ്പെടുന്ന ഒരാളാണെന്നുള്ളത് നമുക്കറിയാം. മോഹൻലാലിൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനും കൂടെ നടക്കുന്നവരൊക്കെ ആളായിട്ടാണ് നമ്മൾ ഈ മേജർ മാമൻ നമ്മൾ കാണാറുള്ളത് അല്ലേ. അപ്പം മേജർ മാമൻ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഈ വിസ്മയ മോഹൻലാൽ ഇട്ട ആ ഒരു പോസ്റ്റിനൊരു മറുപടിയായിട്ടാണ് ഈ വെട്ടാവളിയം വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ പാലക്കാട്ടെ മറ്റേ ജിമ്മുണ്ടല്ലോ, മസൽമാൻ, ലവൻ പുലിയാണ് കേട്ടോ. ഇവൻ വേറെ ലെവലാണ് സത്യത്തിൽ. ഇവൻ്റെക്കൊക്കെ ഈ വളർച്ച മാത്രമേ ഉള്ളൂ. തലയ്ക്കകത്ത് ചാണകമായാൽ പിന്നെ എല്ലാം അങ്ങ് പോകുമല്ലോ. അപ്പം ഇവൻ ഈ ജൻസി വിപ്ലവത്തെക്കുറിച്ചിട്ട് ഒരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ഈ രണ്ട് വീഡിയോ ഒന്ന് കാണുന്നതിന് മുമ്പ് ഈ ഗോദി മീഡിയ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതായത് സംഘപരിവാറിനെ വെള്ളപൂശിയും അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് വാരാട്ടി നിൽക്കുന്ന മാധ്യമ പ്രവർത്തകൻ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, നാലാംകട മാധ്യമ പ്രവർത്തക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവർ ഈ സമരം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ പിള്ളേർ കണ്ടം പിടി ഓടിക്കുന്ന നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളുണ്ടായിരുന്നു. നമുക്കെന്തായാലും ആദ്യം അതുപോലൊരു കാഴ്ച കണ്ടതിന് ശേഷം നമ്മുടെ മസിൽമാനുണ്ടല്ലോ, പാലക്കാടിൻ്റെ വീരപുത്രൻ, ലവൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാം. ലവന് നമ്മുടെ സഹോദരൻ ഒരു മറുപടിയും കൊടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ഇതൊന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ട്. না দেখলে বিশ্বাস করবেন না, এই ভিডিওটা পুরোটা দেখবেন। দেখার পরে আপনারা বুঝতে পারবেন যে কীভাবে আন্দোলন করতেছে। আর আন্দোলনের ভিতরে তো একজনে আইসা এই মাইয়ারে কল্লারে ধইরা কীভাবে পাতরাই ধরে লই যাইতেছে গা। আপনারা দেখা এইভাবে কমেন্ট করবেন, আমারে কমেন্ট করে জানাবেন এটা কি। ഗോദി മീഡിയ അടവച്ച് വിരിയിപ്പിച്ച ഇന്നത്തെ അമുൽ ബേബികൾ അവിടെ വന്ന് വാർത്ത ചെയ്യാൻ നിന്നപ്പോഴത്തേക്ക് പിള്ളേർ കണ്ടം വഴി ഓടിച്ച കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. എനിക്ക് മായ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കുട്ടിക്കാലം തൊട്ട് ജനിച്ച അന്ന് മുതലൊക്കെ ഞാൻ കാണുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്കറിയാം. ആ കുട്ടിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നോളജോ ഇതൊന്നുമില്ല. വളരെ ഹ്യൂമെയിൻ ആയിട്ടുള്ള, കുട്ടിക്കാലം മുതലൊക്കെ ഏതെങ്കിലും ഒരു അനിമൽ, ഒരു നാൽക്കാലി, ഒരു പട്ടി, സ്ട്രേ ഡോഗിനെ പോലും കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പിറകിൽ കരഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു മായനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെ രക്ഷിക്കുമെന്നും പറഞ്ഞുകൊണ്ട്, അതിനെ എടുത്തുകൊണ്ട് വരുമെന്നും പറഞ്ഞു. ഇപ്പൊ റീസെന്റ് ആയി നടന്നിട്ടുള്ള സംഭവം, ഈ കുട്ടി പഠിച്ചതും വളർന്നതെല്ലാം വിയറ്റ്നാമിലായിരുന്നു. അവിടെയുള്ള ഒരു സ്ട്രേ ഡോഗ്, ഒരു ഡോഗിനെ ഒരാൾ ആക്രമിക്കുന്നത് കണ്ടിട്ട് ആ കുട്ടി ആ ഡോഗിനെ അഡോപ്റ്റ് ചെയ്തിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് വഴി സംസാരിച്ച് പെർമിഷൻ എടുത്തുകൊണ്ടാണ് ആ ഡോഗിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവളുടെ വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ കുട്ടിയുടെ മനസ്സെന്ന് പറയുന്നത്. ആ കുട്ടി കണ്ടതാണ് ഒരു ബ്ലോക്കിനകത്ത് ഒരു കുട്ടീനെ അടിക്കുന്നു, അതിന്റെ പേരിൽ ഒരു പോസ്റ്റ് ഇട്ടു. നിങ്ങൾ അതിനെ അങ്ങ് ഫുള്ള് കാക്രോച്ച് പാർട്ടിക്കുള്ള സപ്പോർട്ടായിട്ട് പറഞ്ഞുകൊണ്ട് ഇപ്പം പലരും എനിക്കും ഉണ്ട് നിങ്ങളുടെ ആളല്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. പക്ഷെ ഞാൻ അറിയുന്ന മായ എന്ന് പറയുന്ന കുട്ടിക്ക് ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള സംഭവം, ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയില്ല. നമസ്കാരം. കോൺഗ്രസിന്റെ കപട വിദ്യാർത്ഥി സ്നേഹം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതിന്റെ പേരിൽ രാജ്യത്ത് വലിയ അരാജകത്വം സൃഷ്ടിക്കുവാനായി തുനിഞ്ഞിറങ്ങിയ ആളുകളായിരുന്നു കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ. ഈ കഴിഞ്ഞ ദിവസത്തോടുകൂടി അവരുടെ കാര്യങ്ങൾ, അവരുടെ അജണ്ടകൾ നടപ്പിൽ വരില്ല എന്ന് ബോധ്യം വന്ന കോൺഗ്രസ് പാർട്ടി ഇന്ന് പുതിയ അടവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത്തരത്തിലൊരു നിയമം വരുന്ന സമയത്ത് ഈ നാട്ടിലെ വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി മോദി സർക്കാർ വിപ്ലവകരമായ ഈ നിയമം, ആ ഒരു ബില്ല് പാർലമെന്റിൽ പാസാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ശബ്ദമുയർത്തിക്കൊണ്ട് സഭ ബഹിഷ്കരിക്കുവാൻ നേതൃത്വം നൽകുന്നത് ഇവിടുത്തെ കോൺഗ്രസുകാരാണ്. അത് ഈ നാട്ടിലെ ജനങ്ങൾ ഇന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. മോനെ പ്രശാന്തെ, നീ വാ തുറന്നു കഴിഞ്ഞാൽ പച്ചക്കളവേ പറയാറുള്ളൂ എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി മോനെ ഈ ട്രൗസറിൽ മുള്ളി ഈ ചീരാപ്പ് വലിച്ച് നടക്കുന്ന പ്രായത്തില് 2024 ഈ ബില്ല് ഒരിക്കൽ പാസ്സായതാണ്. പാർലമെന്റിലും അതുപോലെ ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സായിട്ട് വന്നിട്ടുള്ള ബില്ലാണത്. പിന്നെ അതേ ബില്ല് അമെൻമെന്റ് ചെയ്തിട്ടാണ് പുതിയ വിപ്ലവകരമായിട്ടുള്ള ബില്ല് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് എല്ലാ കൊല്ലവും നിന്റെ കൂട്ടക്കാർ ഈ പേപ്പർ ചോർത്തിക്കൊണ്ടിരിക്കും. അത് ചോദ്യം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലത്തെ ഓരോ ബില്ല് പടച്ച് വിടുകയും ചെയ്യും. അന്നത്തെ ബില്ലിൽ 5 വർഷം തടവുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ബില്ലിൽ 10 വർഷമാക്കിയെന്ന് മാത്രം. അന്നത്തെ ബില്ലിൽ 10 ലക്ഷമാണ് ഈ ഫൈൻ അടക്കേണ്ടെങ്കിൽ ഇപ്പോഴത്തെ ബില്ലിൽ അത് 50 ലക്ഷമാക്കിയെന്ന് മാത്രം. എന്നിട്ട് നിങ്ങൾ അന്ന് പിടിച്ച ആൾക്കാരൊക്കെ എന്ത് CBI വെറുതെ വിട്ട്? അന്ന് ഇതേ ബില്ല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്നൊരു കമ്മീഷൻ രൂപീകരിച്ചിരുന്നു. അന്നത്തെ ISRO മുൻ ഫോമൽ ചെയർമാനായിട്ടുള്ള K രാധാകൃഷ്ണൻ അണ്ടറിൽ പുള്ളി ഒരു 101 പോയിന്റുകൾ പറഞ്ഞിരുന്നു. എന്തേ അതും നടപ്പിലാക്കിയില്ലേ? പിന്നെ ഇപ്പം മോദിജി വന്നിട്ട് ഈ ഇൻസ്റ്റാഗ്രാമിൽ ഒരു തള്ളും കൂടെ തള്ളിക്കഴിഞ്ഞാൽ ആളുകൾ എന്താ പൊട്ടന്മാരാന്ന് വിചാരിച്ചു? നീ സംഖ്യകളെ പറ്റിക്കുന്നവരെ ബാക്കിയുള്ളവരെ പറ്റിക്കല്ലേ? നരേന്ദ്രമോദി സർക്കാർ ഇന്ന് ആന്റി പേപ്പർ ലീക്ക് ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച സമയത്ത് അതിനെ പോലും എതിർത്തുകൊണ്ട് നോ എന്ന് പറഞ്ഞുകൊണ്ട് മുറവിളി കൂട്ടിക്കൊണ്ട് നിലവിളിച്ചുകൊണ്ട് സഭയെ തടസ്സപ്പെടുത്തുവാൻ മുന്നിൽ നിന്നത് കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും MP.
ഇനി പാർലമെന്റിൽ ഈ പ്രതിപക്ഷം എന്തിനാണ് അവിടുന്ന് ബഹളം കൂട്ടിയതെന്നുള്ളത് പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അതായത് ആ വിദ്യാർത്ഥികൾ അവിടെ കൂട്ടത്തോടെ തല്ലിയിട്ടിട്ട്, അത് മാത്രമല്ല ഈ പെല്ലറ്റ് ഗണ്ണ് വെച്ചിട്ട് അവരെ ഷൂട്ട് ചെയ്തിട്ട്, AK-47 വരെ വെച്ചിട്ട് വരെ ഷൂട്ട് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ ആ പരിപാടി ചെയ്തിട്ടുള്ള അമിത്ഷാ അതിനുള്ള ഉത്തരം പറയണം എന്നാ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു ചർച്ച നടക്കുമ്പോൾ മോദിയും അമിട്ടും മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരാണ് അതിന്റെ നിങ്ങളുടെ ഭരണപക്ഷത്ത് നിന്ന് അതിനെപ്പറ്റി സംസാരിക്കാനുള്ളത് എന്നുള്ള 2 ചോദ്യത്തിനല്ലേ അവിടെ പ്രതിപക്ഷം ബഹളം വെച്ചത്. നീ എന്തിനാണ് ഈ നട്ടാ മുളയ്ക്കാത്ത കളവ് വിളിച്ച് പറയുന്നത്? ഇനിയെങ്കിലും സംഘികൾ ഇവനെ പോലത്തെ ആളുകൾ പറയുന്നത്. ഇവൻ കഴിഞ്ഞ ദിവസം ജമാഅത്തെ ഇസ്ലാമിന്റെ കത്തും കൊണ്ട് വന്നിരുന്നു. അവന്റെ ശാഖയിൽ നിന്ന് പ്രിന്റ് ചെയ്തിട്ടുള്ള AI കത്ത്. ഇവൻ ഇങ്ങനത്തെ പല ചെറ്റത്തരങ്ങളും എന്ന് വിളിച്ച് പറയും. അത് കണ്ട് കൈയടിക്കണേ നീയും നിന്റെ ഒക്കെ തലമുറയുണ്ടല്ലോ മുഞ്ചി തെറ്റിക്കൊണ്ടിരിക്കും ഈ ഭാരതത്തിൽ. എങ്ങനെയുണ്ട് സത്യത്തിൽ ഈ വിസ്മയ മോഹൻലാൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ജെൻസി വിപ്ലവത്തിന് അനുകൂലമായിട്ട് വന്നിട്ടുള്ള ആളുകളായിക്കോട്ടെ, അവർക്കൊക്കെ മനുഷ്യത്വം എന്ന് പറയുന്ന സാധനവും തലയ്ക്കകത്ത് തലച്ചോറും ഉള്ളതുകൊണ്ടാണ് അവരൊക്കെ കൃത്യമായിട്ട് ഇത്തരത്തിൽ തെമ്മാടിത്തരം കാണുമ്പോഴത്തേക്ക് പ്രതികരിച്ചു പോകുന്നത്. അതിനെ ന്യായീകരിക്കാനും വെള്ളപൂശാനും നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഒരു പട്ടാളക്കാരനായിരുന്നു. ഇയാളുടെയൊക്കെ മനസ്സൊന്ന് ആലോചിക്കേ. ഒരു വെള്ളപ്പൊക്കം ഉണ്ടായ ഒരു സമയമാണെന്ന് തോന്നുന്നു. ആ ഒരു സമയത്ത് ഇയാൾ പറഞ്ഞതൊക്കെ ഇപ്പോഴും നമ്മുടെ മലയാളികളുടെ കാതുകളിലുണ്ടല്ലേ. അവസരത്തിനൊത്ത് ഇങ്ങനെ മാറി മാറി ചിന്തിക്കുന്നവരെയൊന്നും നമുക്ക് ആണുങ്ങൾ എന്ന് പറയാൻ സാധിക്കത്തില്ല. കാരണം അതിന് വേറൊരു പേരാണ് കൊടുക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട മേജർ മാമ, അതുപോലെ തന്നെ എൻ്റെ പ്രശാന്ത് ശിവ, ഇതുപോലെ മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളൊക്കെ വന്ന് വിളമ്പാൻ നാണവും മാനവും ഉളുപ്പും ഉണ്ടോ നിനക്കൊക്കെ? സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോഴല്ലോ ഷെയ്മെന്നല്ലാതെ നമ്മൾ എന്താ പറയണ്ട. പക്ഷേ ഈ ഒരു വീഡിയോയും കൂടെ കണ്ടോളൂ. ജെൻസി വിപ്ലവത്തിന് വേണ്ടി ഡൽഹിയിലേക്ക് പോയിട്ടുള്ള മലയാളികളോട് ഒരു മരപ്പൊട്ടൻ സംഘി വാണം പോലീസ് പറയുന്നത് എന്താണെന്ന് കേട്ടോ. कसम से घर पे इधर वापिस अगर किधर मिला नहीं तो फिर मेरे साथ बेकार आदमी नहीं बिल्कुल नहीं बिल्कुल। मैं डायरेक्ट 50-50 ग्राम पाउडर डाल देगा किधर में। अरे नहीं हाँ, फिर गया क्या जिंदगी गया। नो जामीन। वो तो सर वो तो और ही खराब। तुम लोग की वजह से हम लोग को तकलीफ है अभी। ठीक है सर जाएंगे। मैं तो मालूम पड़ा कि फिर घूम के आ गए। नहीं तुम लोग को कसम से घर पे इधर वापिस अगर किधर मिला नहीं तो फिर मेरे साथ बेकार आदमी नहीं बिल्कुल नहीं। मैं डायरेक्ट 50-50 ग्राम पाउडर डाल देगा किधर में। अरे नहीं हाँ, फिर गया क्या जिंदगी गया। नो जामीन। वो तो सर वो तो और ही खराब। तुम लोग की वजह से हम लोग को तकलीफ है अभी। ठीक है सर जाएंगे। പിന്തുണ കൊടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഭാവി തലമുറയായിട്ടുള്ള യുവാക്കളോട് പറയണേ, ഒരു 20 ഗ്രാം വെച്ചിട്ട് പൗഡർ നിൻ്റെയൊക്കെ പോക്കറ്റിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങത്തില്ല, ജാമ്യം പോലും കിട്ടത്തില്ല, കാലാകാലം അകത്ത് കിടക്കാം. അതുകൊണ്ട് ഇവിടുന്ന് തിരിഞ്ഞ് പൊക്കോളാനാണ് ഈ പൊട്ടം പറയുന്നത്. എന്തൊരവസ്ഥയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒന്ന് ആലോചിക്കുക. ഇത്രയ്ക്ക് ഗതികെട്ടവന്മാരായി ഈ ഭരണകൂടം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. മോദി മീഡിയയെ പോലുള്ള ആൾക്കാർ ഈ വാർത്ത ചെയ്യാൻ മടിക്കുമ്പോൾ, നമ്മുടെ കേരളത്തിലെ മാപ്രാ മാധ്യമങ്ങൾ ഈ വാർത്ത ചെയ്യാൻ മടിക്കുമ്പോൾ, വിദേശ രാജ്യങ്ങളിലുള്ള ചാനലുകളിൽ ഈ വാർത്ത വലിയ രീതിയിലാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ രാജ്യത്തിന് അപമാനമാണ്. നമ്മുടെ രാജ്യത്തെ പറയിപ്പിക്കാനുണ്ടായിട്ടുള്ളവരാണ് ഈ സംഘി മരപ്പൊട്ടന്മാരെന്ന് നമ്മൾ വെറുതെ അല്ല പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതൊക്കെ കണ്ടിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.